സോ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 5th മോഡ്യൂളിലെ ട്യൂറിംഗ് മെഷീനാണ്. സോ ട്യൂറിംഗ് മെഷീൻ എന്താണ്? ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ട്യൂറിംഗ് മെഷീൻ ഇൻവെൻറ്റ് ചെയ്തത് ഇൻ ദ ഇയർ 1936. അപ്പോൾ ട്യൂറിംഗ് മെഷീൻസ് ആർ അൾട്ടിമേറ്റ് മോഡൽസ് ഫോർ കമ്പ്യൂട്ടേഴ്സ് ആസ് ദേ ഹാവ് ഔട്ട്പുട്ട് കേപ്പബിലിറ്റീസ്. അതായത് ഈ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ മോഡലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താ, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ദേ വിൽ ഗീവ് ഔട്ട്പുട്ട്. ഇനി ലാംഗ്വേജസ് അക്സെപ്റ്റഡ് ബൈ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജസ് ആണ്. ട്യൂറിംഗ് മെഷീൻ അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജ് ആണ്. ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് മെയിൻലി യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് അൺഡിസൈഡബിലിറ്റി ഓഫ് സർട്ടൺ ലാംഗ്വേജസ് ആൻഡ് മെഷറിംഗ് ദ സ്പേസ് ആൻഡ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലംസ്. പിന്നെ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൻ്റെ അൺഡിസൈഡബിലിറ്റി, അതായത് അത് എന്താ പറയുന്നത്, ഡിറ്റർമിൻ ചെയ്യാൻ, അതായത് ഒരു സർട്ടൺ ലാംഗ്വേജ്, ആ സർട്ടൺ ലാംഗ്വേജ് അതിൽ ബിലോങ് ചെയ്യുന്നതാണോ അല്ലയോ, അപ്പോൾ അല്ല എന്നുള്ളതാണ് മെയിനായി അൺഡിസൈഡബിലിറ്റി എന്ന് പറയുന്നത്. അതേക്കൂട്ട് തന്നെ നമുക്ക് പ്രോബ്ലത്തിൻ്റെ സ്പേസും ടൈം കോംപ്ലക്സിറ്റിയും മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ട്യൂറിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. സോ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിഷ്വലൈസ്ഡ് ആസ് എ സിംഗിൾ വൺ ഡൈമെൻഷണൽ അറേ ഓഫ് സെൽസ്. അതായത് ഇതിൻ്റെ അകത്ത് നമുക്കുള്ളത് എന്താ, ഒരു സിംഗിൾ വൺ ഡൈമെൻഷണൽ അറേ ഉണ്ട്. ആ അറേ പല സെൽസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെല്ലും എന്തിനാണ്, ഒരു സിംഗിൾ ഇൻപുട്ട് ഹോൾഡ് അല്ലെങ്കിൽ ഒരു സിംഗിൾ സിമ്പൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് ഓരോ സെല്ലും യൂസ് ചെയ്യുന്നത്. ആൻഡ് ആ സിമ്പൽ ആണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി അറേ എന്ന് പറയുന്നത് അത് ബോത്ത് ഡയറക്ഷനിൽ, അതായത് എക്സ്റ്റെൻസ് ഇൻഫൈനൈറ്റ്ലി ടു ബോത്ത് ഡയറക്ഷൻസ് ഹോൾഡിങ് അൾട്ടിമേറ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. സോ അറേയുടെ സൈസ് എന്ന് പറയുന്നത് എന്താ, അത് ഇൻഫൈനൈറ്റ് ലെങ്ത് ആണ്. സോ എന്തിനാണ് ഈ ഇൻഫൈനൈറ്റ് ലെങ്ത് യൂസ് ചെയ്യുന്നത്, അത് നമുക്ക് ഒരു അൾട്ടിമേറ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഇൻഫൈനൈറ്റ് ലെങ്ത് അറേ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഇൻഫോർമേഷൻ, നമ്മൾ ആ അറേക്കകത്ത് സ്റ്റോർ ചെയ്യുന്ന ഇൻഫോർമേഷൻ ഒന്നുകിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും വരുന്ന ഓർഡറിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു സ്റ്റോറേജ് ഡിവൈസ്, ഒരു അറേ, സിംഗിൾ ഡയമെൻഷൻ അറേ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു സ്റ്റോറേജ് ഡിവൈസിനെയാണ് നമ്മൾ ടേപ്പ് എന്ന് പറയുന്നത്. ഇനി ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓട്ടോമേറ്റ ഹൂസ് ടെമ്പററി സ്റ്റോറേജ് ഇസ് എ ടേപ്പ്. അപ്പോൾ ആ ഓട്ടോമേറ്റയുടെ ടെമ്പററി സ്റ്റോറേജ് ആണ് ടേപ്പ് എന്ന് പറയുന്നത്. ഇനി ഒരു റീഡ് റൈറ്റ് ഹെഡ് ഉണ്ട് അസോസിയേറ്റഡ് വിത്ത് ദിസ് ടേപ്പ്. അപ്പോൾ നേരത്തെ നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റിക്കകത്തൊരു റീഡ് ഹെഡ് ആയിരുന്നു, പക്ഷേ ഇതിനകത്തിന് പകരം യൂസ് ചെയ്യുന്നത് ഒരു റീഡ് ഓർ റൈറ്റ് ഹെഡാണ് യൂസ് ചെയ്യുന്നത്. ആ ടേപ്പിൻ്റെ അകത്ത് ആ റീഡ് ഓർ റൈറ്റ് ഹെഡിന് രണ്ട് ഡയറക്ഷനും മൂവ് ചെയ്യാൻ പറ്റും. അതായത് ലെഫ്റ്റിലേക്കും പോവാം, റൈറ്റിലേക്കും പോവാം. അതേക്കൂട്ട് തന്നെ ഇറ്റ് ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് എ സിംഗിൾ സിമ്പിൾ ഓൺ ഈച്ച് മൂവ്. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു സിമ്പിൾ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സിമ്പിൾ റൈറ്റ് ചെയ്യുകയും കൂടെ ചെയ്യാം. റീഡ് മാത്രമല്ല, അവിടെ റൈറ്റും കൂടെ ചെയ്യാൻ പറ്റും ഒരു പർട്ടിക്കുലർ മൂവിൻ്റെ അകത്ത്. So the input to the finite automata as well as the output from the finite automata is affected by read or write head, which can examine one cell at a time. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ റീഡ് ചെയ്യും, അതേക്കൂട്ട് തന്നെ ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്കിനും ആ ഇൻപുട്ട് അവിടെ ഒരു റൈറ്റ് ഓപ്പറേഷനും കൂടെ നടക്കുന്നുണ്ട്. സോ അതാണ് നമ്മളൊരു അത് അഫക്റ്റ് ചെയ്യുന്നത്, മീൻസ് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുന്ന ഒരു റീഡ് ഓർ റൈറ്റ് ആയിട്ടാണ് നടക്കുന്നത്. അതേക്കൂട്ട് തന്നെ ഒരു വൺ സെൽ അറ്റ് എ ടൈമേ നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻ വൺ മൂവ് ദ മെഷീൻ എക്സാമിൻസ് ദ കറണ്ട് ഇൻപുട്ട് സിമ്പൽ അണ്ടർ ദ റീഡ് ഓർ റൈറ്റ് ഹെഡ് ഓൺ ദ ഇൻപുട്ട് ടേപ്പ് ആൻഡ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ ഓട്ടോമേറ്റ ടു ഡിറ്റർമിൻ. അതായത് നമുക്ക് എന്താ, ഒരു ഇൻപുട്ട് ടേപ്പ് ഉണ്ട്, റീഡ് ഓർ റൈറ്റ് ഉണ്ട്. അപ്പോൾ റീഡ് ഓർ റൈറ്റ് ഹെഡ് ഏത് സെല്ലിൻ്റെ അവിടെയാണോ നിൽക്കുന്നത്, അപ്പോൾ കറണ്ട് ഇൻപുട്ട് അത് റീഡ് ചെയ്യും. അതേക്കൂട്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രസൻറ്റ് സ്റ്റേറ്റ് എന്താണെന്നുള്ളതും കൂടെ നമ്മൾ സ്റ്റേറ്റും കൂടെ ഉണ്ട്. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാ സിമ്പിളാണ് റൈറ്റ് ചെയ്യുന്നത് ഡിറ്റർമിൻ ചെയ്യും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻപുട്ട് ടേപ്പിൽ ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് പ്രസൻറ്റ് സ്റ്റേറ്റ് യൂസ് ചെയ്ത് റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന എന്താ, എ ന്യൂ സിമ്പിൾ ടു ബി റിട്ടൺ ഓൺ ടു ദ ഇൻപുട്ട് ടേപ്പ് ഇൻ ദ സെൽ അണ്ടർ റീഡ് ഓർ റൈറ്റ് ഹെഡ്. അതായത് നമുക്ക് എന്താ, അത് കഴിയുമ്പോഴത്തേക്കിനും അത് ആ ഒരു ഇൻപുട്ട് സിമ്പിൾ ഒരു
റൈറ്റ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് വേറൊരു സിമ്പൽ വെച്ച് റീപ്ലേസ് ചെയ്യും. സോ ആ പുതിയ സിമ്പൽ ഏതാണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതേ കൂട്ട് തന്നെ നമുക്ക് എന്താണ് റീഡ് ഓർ റൈറ്റ് ഹെഡിന് 2 ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഓർ റീഡ് ഓർ റൈറ്റ് ഹെഡ് അലോങ് ദ ടേപ്പ്, പിന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതേ കൂട്ട് തന്നെ ആ ഫൈനൽ നമ്മുടെ ഫൈനൈറ്റ് ഓട്ടോമാറ്റ ട്യൂറിംഗ് മെഷീൻ ഹോൾഡ് ചെയ്യോ ഇല്ലയോ എന്നും കൂടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇൻപുട്ട് ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇൻപുട്ട് ടേപ്പിൽ റീഡർ റൈറ്റ് ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് സിമ്പിളാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഇൻപുട്ട് സിമ്പിളിനെ വേറെ ഏത് ന്യൂ സിമ്പിൾ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. രണ്ടാമത്തത്, ആ റീഡ് ഹെഡ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ് ഓട്ടോമാറ്റയുടെ, അതായത് ട്യൂറിംഗ് മെഷീൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാണെന്ന് അറിയാൻ പറ്റും. അതേ കൂട്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻപുട്ട് ഹോൾഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറിൽ ഇവിടെ വരച്ചേക്കുന്നത്. സോ ഇൻപുട്ട് ടേപ്പ് സൈ ലെഫ്റ്റ് എൻ മാർക്കറും ഡോളർ റൈറ്റ് എൻ മാർക്കറുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻപുട്ട് ടേപ്പ് ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു സെൽസ്. ദെൻ ആ സെൽസിലാണ് നമ്മൾ ഇൻപുട്ട് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഒരു റീഡ് ഓർ റൈറ്റ് ഹെഡ് ഉണ്ട്, ദിസ് ക്യാൻ മൂവ് ഇൻ either ഡയറക്ഷൻസ്. ദെൻ ഫൈനൈറ്റ് സ്റ്റേറ്റ് കൺട്രോൾ ഉണ്ട്, സ്റ്റോർ ദ സ്റ്റേറ്റ്. ഇനിയാണ് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ഡെഫിനേഷൻ ഓഫ് ട്യൂറിംഗ് മെഷീൻ. സോ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് defined by M as a 7-tuple form ആണ്. It is a 7-tuple form, that is M is equal to Q sigma gamma delta Q0 blank hash H. So a Turing machine, it is denoted by using a 7-tuple form ആണ്. Q sigma gamma delta Q0 ഹാഷ് എച്ച്. ഹാഷ് എന്ന് പറയുന്നത് ബ്ലാങ്ക് സിമ്പിളാണ്. സോ ക്യൂ എന്ന് പറയുന്നത് എന്താ, എ ഫൈനൈറ്റ് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ് ക്യൂ എന്ന് പറയുന്നത്. ദെൻ സിഗ്മ എന്താണ്, എ ഫൈനൈറ്റ് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ് വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ഒന്നുകിൽ ഗാമ അല്ലെന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് എന്നാണ് പറയുന്നത്. ദെൻ ഗാമ എന്ന് പറയുന്നത് ഫൈനൈറ്റ് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് ടേപ്പ് സിമ്പിൾസ്, അതായത് റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്കിനും ഏത് സിമ്പിൾ വെച്ചിട്ടാണ് റൈറ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് ടേപ്പ് സിമ്പിൾസ് എന്ന് പറയുന്നത്. ഡെൽറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ട്രാൻസിഷൻ ഫംഗ്ഷൻ ദാറ്റ് മാപ്സ് ഫ്രം, നമുക്ക് എന്തൊക്കെ വേണം, ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്. സോ ക്യൂ ക്രോസ് ദെൻ ഗാമ. ഗാമ എന്ന് പറയുന്നത് ടേപ്പ് സിമ്പിളാണ്, വിൽ ഗീവ് ക്യൂ ക്രോസ്, അതായത് ടേപ്പിലെ ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് വിൽ ഗീവ് ക്യൂ ക്രോസ്. ആ ടേപ്പിലെ നമ്മൾ ചിലപ്പോൾ ഇതിലും റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൈറ്റിംഗ് സിമ്പിളാണ് ഗാമ എന്ന് ഇവിടെ മീൻ ചെയ്യുന്നത്. ക്യൂ ക്രോസ് ഗാമ ക്രോസ്. ഇനി ഈ റീഡ് ഓർ റൈറ്റ് ഹെഡ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, ലെഫ്റ്റ് ഓർ റൈറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ദ മാപ്പിംഗ് ഫ്രം ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് എൻ ഓട്ടോമാറ്റ ആൻഡ് tape symbol to the next state. Tape symbol and the movement of read in left or right direction along the tape. So it means that a Turing machine is in some present state. Turing machine ഒരു present state നിൽക്കുക, say that is Q. After scanning an input symbol ഫ്രം സിഗ്മ, നമ്മളൊരു പർട്ടിക്കുലർ ഇൻപുട്ട് സിമ്പിൾ സ്കാൻ ചെയ്യുകയാണ്, ദാറ്റ് ഇസ് സിഗ്മ. ഇറ്റ് ഗോസ് ടു നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് ക്യൂ ഡാഷ് എന്ന് പറയുന്നത്. അതേ കൂട്ടി തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആ ടേപ്പിൽ ഒരു സിമ്പിളും റൈറ്റ് ചെയ്യും. സോ എക്സ് എന്ന് പറയുന്നത് കാരണം അത് റീപ്ലേസ് ചെയ്തു. സോ Q0 ഇസ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ്. ബ്ലാങ്ക് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ബ്ലാങ്ക് എലമെൻറ്റ് ഓഫ് ഗാമ ആൻഡ് എച്ച് എന്ന് പറയുന്നത് ഹോൾഡ് സ്റ്റേറ്റ്. സോ എ സെൽ വിത്ത് ഹാഷ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ആൽഫബറ്റ് അറ്റ് ഓൾ. അതായത് ഹാഷ് ആണ് അവിടെ ഒരു സെല്ലിലുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻപുട്ട് ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ്. ഹാഷാണ് ഒരു സെല്ലിലുള്ളതെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻപുട്ട് ഇല്ല എന്നാണ് മീൻ ചെയ്യുന്നത്. സോ ട്രാൻസിഷൻ ഫംഗ്ഷൻ ദാറ്റ് ഇസ് ക്യൂ ക്രോസ് ഗാമ വിൽ മാപ്പ് ഓൺ ടു ക്യൂ ക്രോസ് ഗാമ ക്രോസ് ലെഫ്റ്റ് ഓർ റൈറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് എ ട്യൂറിംഗ് മെഷീൻ ഇസ് ഇൻ സം സ്റ്റേറ്റ്. ട്യൂറിംഗ് മെഷീൻ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലിരിക്കുകയാണ്. ബൈ ടേക്കിംഗ് എ ടേപ്പ് സിമ്പിൾ ഇറ്റ് ഗോസ് ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ബൈ റീപ്ലേസിങ് ദ കറണ്ട് സിമ്പിൾ ബൈ another or same symbol and the read or write head moves one cell either left അല്ലെന്നുണ്ടെങ്കിൽ one cell towards right directionൽ മൂവ് ചെയ്യും. Then considering the transition, so delta that is Q cross gamma will map on to Q cross gamma cross, ഒന്നുകിൽ ലെഫ്റ്റ് റൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും.
സോ ദ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡിറ്റർമിൻസ് ഹൗ ദ ട്യൂറിംഗ് മെഷീൻ ബിഹേവ്സ്. ഇപ്പോൾ ട്രാൻസിഷൻ ഫംഗ്ഷൻ എങ്ങനെയാണ്, ഒരു ട്യൂറിംഗ് മെഷീൻ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇഫ് ഇറ്റ് ഇസ് ഇൻ സ്റ്റേറ്റ് ക്യൂ ആൻഡ് ദ സിമ്പിൾ ഓൺ ദ ടേപ്പ് x, I can write it as if delta of q, x is equal to stop. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, അതൊരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. സോ ദെൻ മെഷീൻ സ്റ്റോപ്സ്. അതർവൈസ് ഇഫ് q, എക്സ് ഒരു പർട്ടിക്കുലർ ഇൻപുട്ടാണ്, ഇറ്റ് ഇസ് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റേറ്റിൽ പോവും ക്യൂ ഡാഷ് ഏതാണോ ആ ടേപ്പിൽ സിമ്പിൾ വെച്ച് റീപ്ലേസ് ചെയ്യുന്നത് അതാണ് y എന്ന് പറയുന്നത്. ആൻഡ് ഏത് ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ് നടക്കുന്നത് ഡി സ്പെസിഫൈ ചെയ്യും. സോ ദ മെഷീൻ റീച്ചസ് ഇൻ ടു സ്റ്റേറ്റ് ക്യൂ ഡാഷ്, റൈറ്റ്സ് ദ സിമ്പിൾ y ഓൺ ടു ദ ടേപ്പ് ആൻഡ് മാർക്സ് വൺ സെൽ ലെഫ്റ്റ് ഇഫ് ഡി ഇസ് ഈക്വൽ ടു എൽ ഓർ റൈറ്റ് ഇഫ് ഡി ഇസ് ഈക്വൽ ടു ആർ. In Turing machine, it is designed in such a way that it scan a blank as well as an input symbol ഫ്രം സിഗ്മ. ഒന്നെങ്കിൽ ട്യൂറിംഗ് മെഷീൻ എന്താണ്, ഒരു ബ്ലാങ്ക് സിമ്പിൾ അല്ലെങ്കിൽ ഒരു സിഗ്മ ഇൻപുട്ടിൽ നിന്ന് ഒരു സിഗ്മ എന്ന് പറയുന്ന ഒരു ഇൻപുട്ടിൻ്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഇൻപുട്ട് സിമ്പിൾ സ്കാൻ ചെയ്യാൻ പറ്റും. അതേ കൂട്ട് തന്നെ എന്താണ്, ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്, അതിൽ ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ എ ഹോൾട്ട് സ്റ്റേറ്റ്. അത് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഹോൾട്ട് സ്റ്റേറ്റ് ആയിരിക്കും. ദെൻ റീഡ് ഓർ റൈറ്റ് ഹെഡ് ക്യാൻ മൂവ്, വൺ സെൽ ലെഫ്റ്റ് പോവാം അല്ലെങ്കിൽ വൺ സെല്ല് റൈറ്റ് പോവാം. ദെൻ അല്ലെങ്കിൽ നമുക്ക് ആ സെയിം സ്റ്റേറ്റിൽ തന്നെ ആ സെയിം സെല്ലിൽ തന്നെ നമുക്ക് റിമെയിൻ ചെയ്യാം. ദെൻ അടുത്തതാണ് മെയിൻലി രണ്ട് കണ്ടീഷനാണ് ട്യൂറിംഗ് മെഷീനകത്ത് പറയുന്നത്. ഒന്ന് ക്രാഷ് കണ്ടീഷനും ഒന്ന് ഹോൾട്ടിംഗ് കണ്ടീഷനും. ട്യൂറിംഗ് മെഷീനകത്ത് രണ്ട് സ്റ്റേറ്റിലാണ് റിമെയിൻ ചെയ്യുന്നത്, ഒന്ന് ക്രാഷും ഒന്ന് ഹോൾട്ടും. സോ എ ട്യൂറിംഗ് മെഷീൻ ഇസ് സെറ്റ് ടു ബി ഇൻ ഹോൾട്ട് സ്റ്റേറ്റ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഏബിൾ ടു മൂവ് ഫർദർ. അതായത് നമുക്കെന്താ, ഒരു ഇൻപുട്ട് ടേപ്പ് ഉണ്ട്, അതേക്കൂട്ട് തന്നെ ഒരു ട്യൂറിംഗ് മെഷീൻ ഹോൾട്ട് സ്റ്റേറ്റിലിരിക്കുന്നു പറഞ്ഞാൽ വീണ്ടും അതിന് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിലാണ് അത് ഹോൾട്ട് സ്റ്റേറ്റിലിരിക്കുന്നത്. അതായത് ലെഫ്റ്റ് ഡയറക്ഷനിലോ റൈറ്റ് ഡയറക്ഷനിലോ മൂവ് ചെയ്യാൻ പറ്റില്ല, ഫർദർ ഇനി അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഹോൾട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ദ സെറ്റ് ഓഫ് സ്ട്രിങ് ഫോളോഡ് ഫ്രം ദ ഇനീഷ്യൽ ടു ദ ഹോൾട്ട് സ്റ്റേറ്റ് ഇസ് ദ ലാംഗ്വേജ് അക്സെപ്റ്റഡ് ബൈ ദ ട്യൂറിംഗ് മെഷീൻ. അതായത് നമുക്കൊരു ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഫ്രം ഇനീഷ്യൽ സ്റ്റേറ്റ്, അതായത് ആ സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഹോൾട്ട് സ്റ്റേറ്റ് വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്കെന്ത് പറയാം, ആ ലാംഗ്വേജ് അക്സെപ്റ്റഡ് ബൈ ദ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയാം. സോ വെൻ എ ട്യൂറിംഗ് മെഷീൻ എൻറ്റേഴ്സ് എ ഹോൾട്ട് സ്റ്റേറ്റ് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് എനി ഫർദർ മൂവ്. ഹോൾട്ട് സ്റ്റേറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫർദർ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ഇഫ് ദ റീഡ് ഓർ റൈറ്റ് ഹെഡ് ഓൺ ദ ടേപ്പ് ഇസ് ഓവർ ദ ലെഫ്റ്റ് മോസ്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് സെല്ല്. അപ്പോൾ നമുക്ക് ഒരു ഇൻപുട്ട് ടേപ്പ് ഉണ്ട്, നമ്മുടെ റീഡ് ഓർ റൈറ്റ് ഹെഡ് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് സെല്ലാണ് ഇരിക്കുന്നത്, പിന്നെയും അതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ്, അതായത് സൈയും ക്രോസ് ചെയ്ത് പിന്നെയും ലെഫ്റ്റ് പോകാൻ പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ ക്രാഷ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതേക്കൂട്ട് തന്നെ റൈറ്റ് എൻഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഡോളറുണ്ട്, ഡോളർ കഴിഞ്ഞിട്ട് റീഡ് ഹെഡ് പിന്നെയും ഫർദർ മൂവ് ചെയ്യാൻ റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞാൽ അതും ഒരു ക്രാഷ് കണ്ടീഷനാണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ട്രാൻസിഷൻ എനിക്ക് എങ്ങനെ എഴുതാം, ഡെൽറ്റ ഓഫ് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ക്യു ഐ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് സിമ്പിളാണ് സൈ, ഇറ്റ് ഇസ് ഈക്വൽ ടു സേ വേറൊരു സ്റ്റേറ്റിലേക്ക് പോയി ക്യു ജെ ആൻഡ് സൈ ഇസ് റീപ്ലേസ്ഡ് ബൈ സൈ, അതായത് ഏതാണോ റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നത് ആൻഡ് ലെഫ്റ്റ് ഫർദർ ലെഫ്റ്റിലേക്ക് പോയാൽ ക്രാഷ് കണ്ടീഷനാണ്. അതേക്കൂട്ട് തന്നെ ക്യു ഐ ഡോളർ ഇസ് ഈക്വൽ ടു ക്യു കെ ഡോളർ റൈറ്റ് ഫർദർ റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞാലും അതും ഒരു ക്രാഷ് കണ്ടീഷനാണ്. ദെൻ അടുത്താണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ട്യൂറിംഗ് മെഷീൻ. ട്യൂറിംഗ് മെഷീൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. സോ മെയിൻലി ട്യൂറിംഗ് മെഷീൻ നമുക്ക് 3 തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്നുകിൽ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്ത്, രണ്ടാമത്തെ ട്രാൻസിഷൻ ടേബിൾ യൂസ് ചെയ്ത്, മൂന്നാമത്തെ ട്രാൻസിഷൻ ഡയഗ്രാം യൂസ് ചെയ്ത്. ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ, ട്രാൻസിഷൻ ടേബിൾ ആൻഡ് ട്രാൻസിഷൻ ഡയഗ്രാം. സോ ഫസ്റ്റ് ആണ് റെപ്രസെൻറ്റേഷൻ ബൈ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് എൻറ്റയർ ഇൻപുട്ട്, അതായത് നമ്മൾ എല്ലാ ഇൻപുട്ടും ഒരുമിച്ചാണ് കൺസിഡർ ചെയ്യുന്നത്.
ചെയ്യുന്നത് ആൻഡ് ദ കറണ്ട് സ്റ്റേറ്റ്. അപ്പോൾ ഒരു കറണ്ട് സ്റ്റേറ്റും ഉണ്ടാവും, എൻറ്റയർ ഇൻപുട്ടും ഉണ്ടാവും. സോ ആൻ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ട്യൂറിംഗ് മെഷീൻ എം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സ്ട്രിങ് ആൽഫ ബീറ്റ ഗാമ. അതായത് നമ്മൾ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ഒരു ട്യൂറിംഗ് മെഷീൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആ ഒരു സ്ട്രിങ്ങിനെയാണ് നമ്മൾ ആൽഫ ബീറ്റ ഗാമ എന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ്ലി നമുക്ക് എന്താ പറയുക, ഒരു എൻറ്റയർ സ്ട്രിങ് വേണം, പ്രസൻറ്റ് സ്റ്റേറ്റ് വേണം എന്ന് പറഞ്ഞു. സോ ഇവിടെ ബീറ്റയാണ് ട്യൂറിംഗ് മെഷീൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആൽഫ ബീറ്റ ഗാമയിൽ ബീറ്റയാണ് ട്യൂറിംഗ് മെഷീൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റ്. ആൽഫ ആൻഡ് ഗാമ എന്ന് പറയുന്നത് ആ സ്ട്രിങ്ങിൻ്റെ സബ് സ്ട്രിങ്സ് ആണ്. സോ ദ സ്ട്രിങ് ആൽഫ ഇസ് പ്രോസസ്ഡ് സ്ട്രിങ്ങും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആൽഫ ബീറ്റ എന്ന് പറയുന്നത് പ്രസൻറ്റ് സ്റ്റേറ്റ് ആൻഡ് ഗാമ എന്ന് പറയുന്നത് സബ് സ്ട്രിങ് ആണ് പറയുന്നത്. ആൽഫ ആൻഡ് ഗാമ ബീറ്റ് ആർ സബ് സ്ട്രിങ്സ്. സോ ദ സ്ട്രിങ് ആൽഫ ഇസ് പ്രോസസ്ഡ് സ്ട്രിങ്. ആൽഫ ഓൾറെഡി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതാണ്, വൈൽ ഗാമയാണ് ഇനിയും ബാക്കി പ്രോസസ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, നമ്മൾ ബീറ്റ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിൽക്കുകയാണ്, എന്നിട്ട് നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ഗാമയാണ്. സോ ദ ഫസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് സിമ്പിൾ ഓഫ് ദ സബ് സ്ട്രിങ് ദാറ്റ് ഇസ് ഗാമ ഇസ് ദ സിമ്പിൾ ദാറ്റ് ഇസ് the present input under read or write head. Thus an instantaneous description of a Turing machine has substring alpha at the left sequence ആണ്, then a present state ആണ്, then followed by the present input symbol, and finally remaining symbols of the substring gamma. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അപ്പോൾ ഒരു ഇൻപുട്ട് സ്ട്രിങ് ആണ് A1 A2 A3 A2 A1 A2 എന്ന് പറയുന്നത്. സോ സിമ്പിൾ അണ്ടർ ദ റീഡ് ഓർ റൈറ്റ് ഹെഡ്, അതായത് നമ്മൾ ഇരിക്കുന്നത് A3യിലാണ് സിമ്പിൾ റീഡ് ഓർ റൈറ്റ് ഹെഡ് ഇരിക്കുന്നത്. ആൻഡ് ട്യൂറിംഗ് മെഷീൻ ഇറ്റ് ഇസ് ഇൻ സ്റ്റേറ്റ് ക്യൂ. സോ എനിക്ക് എങ്ങനെ എഴുതാം, ആൽഫ എന്ന് പറയുന്നത് A3യുടെ മുമ്പുള്ളത് എന്താ, A1 A2, ദാറ്റ് ഇസ് ആൽഫ. കാരണം അത് പ്രോസസ്ഡ് സ്ട്രിങ്, ഓൾറെഡി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ സ്ട്രിങ് ആണ്. A3 എന്താണ്, A3 എന്ന് പറയുന്നത് കറണ്ട് ഇനി പ്രോസസ്സ് ചെയ്യാനുള്ളതാണ് A3. ബീറ്റ എന്ന് പറയുന്നത് കറണ്ട് സ്റ്റേറ്റ് ഏതാണ്, Q2 ആണ് സ്റ്റേറ്റ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് A1 A2. സ്റ്റേറ്റ് ഇരിക്കുന്നത് പ്രസൻറ്റ് സ്റ്റേറ്റ് Q2ലാണ്. ദെൻ A3 ആണ് പ്രസൻറ്റ് സ്ട്രിങ്, ദെൻ റൈറ്റ് സീക്വൻസ് ആണ് A2 A1 A2 എന്ന് പറയുന്നത്. ഇനി മൂവ് റിലേഷൻ. സോ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഒരു മൂവ് റിലേഷൻ, ഒരു ട്രാൻസിഷൻസിനെ, ട്യൂറിംഗ് മെഷീൻ്റെ ട്രാൻസിഷനെ മൂവ് റിലേഷൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ടിൽറ്റഡ് T സിമ്പിൾ. സോ സപ്പോസ് ഡെൽറ്റ ഓഫ് Q1, X3 ഇസ് ഈക്വൽ ടു Q2 Y റൈറ്റ്. സോ സ്ട്രിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് ട്രാൻസിഷൻ ഉണ്ട്, Q1 X3 എന്ന് പറയുന്നതാണ് ട്രാൻസിഷൻ. അതായത് സ്റ്റേറ്റ് Q1ഉം കറണ്ട് പ്രോസസ്സ് ചെയ്യുന്ന പ്രസൻറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് X3 ആണ്. സോ ഇറ്റ് വിൽ മൂവ് ഓൺ ടു നെക്സ്റ്റ് സ്റ്റേറ്റ് Q2. ദെൻ X3 ഈസ് റീപ്ലേസ്ഡ് ബൈ Y ആൻഡ് വിൽ മൂവ് ഓൺ ടു ദ റൈറ്റ് ഡയറക്ഷൻ. സോ അതേ കൂട്ട് തന്നെ X1 X2 X3 എക്സെട്ര Xn ആണ് എൻ്റെ സ്ട്രിങ്. സോ the input has to be processed as X1 X2 X3 etc. N, and the current symbol under read or write head എന്ന് പറയുന്നത് X3യുടെ അണ്ടറിലായിരിക്കും. therefore the ID processing the input symbol X3 I can write it as X1 X2 കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് എഴുതുക, ദാറ്റ് ഇസ് Q1 X3 X4 etc. Xn. ദെൻ ഇത് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, X1 X2 X3 Q2 ആണ്. X3ക്ക് പകരം എന്താണ്, X3യെ റീപ്ലേസ് ചെയ്ത് Y വെച്ചിട്ടാണ്. സോ X3യുടെ സ്ഥാനത്ത് Y ആകും. സോ X1 X2 Y Q2 Q1 നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് Q2. ദെൻ നെക്സ്റ്റ് പ്രോസസ്സ് ചെയ്യേണ്ടത് X4 X5 എക്സെട്ര Xn. സോ ബിക്കോസ് അക്കോർഡിംഗ് ടു the transition delta of X1 X3 is equal to Q2, Y, right, the symbol X3 is replaced by Y and there is a right move. Therefore the current symbol under read or write head is X4 and this change of D can be represented by ഇതാണ് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് X1 X2 Q1 X3 X4 എക്സെട്ര Xn. അതിനെ എന്താ വെച്ച് റീപ്ലേസ് ചെയ്ത്, Q1 നെക്സ്റ്റ് സ്റ്റേറ്റ് Q2 Y, X3യെ Y വെച്ച് റീപ്ലേസ് ചെയ്തു. സോ X1 X2 Y Q2 X4 X5 എക്സെട്ര Xn. ദെൻ നമുക്ക് രണ്ടാമത്തെ റെപ്രസെൻറ്റേഷനാണ് ട്രാൻസിഷൻ ടേബിൾ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഫോർ
ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഏതാണോ ഇൻപുട്ട്, ആ ഇൻപുട്ടിനെ ഇസ് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാണ്, ആ ഇൻപുട്ടിനെ പ്രസൻറ്റ് ഇൻപുട്ടിനെ ഏത് സിമ്പിൾ വെച്ച് റീറൈറ്റ് ചെയ്യാൻ പറ്റി ആൻഡ് ഡയറക്ഷനാണ് സ്പെസിഫൈ ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് A2DQ2 അണ്ടർ എ കോളം. അതായത് നമുക്ക് A2 ഉണ്ട്, D ഉണ്ട്, നെക്സ്റ്റ് സ്റ്റേറ്റ്, ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ ടേബിളിൽ എഴുതുന്നത്. അണ്ടർ A1 കോളം കറണ്ട് ഇൻപുട്ടിൻ്റെ A1 ആണ്, ദെൻ Q1 ആണ് റോ. അതിൻ്റെ അടിയിൽ എനിക്ക് എഴുതുന്നത് ഏത് സിമ്പിൾ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്തത്, ഏതാണ് ഡയറക്ഷൻ, എന്താണ് നെക്സ്റ്റ് സ്റ്റേറ്റ്. ഇതാണ് ടേബിളിൽ എഴുതേണ്ട ഓർഡർ. സോ ഇറ്റ് മീൻസ് A2 is overwritten in the current cell D which gives the direction of read or write head either left or right, and Q2 is the നെക്സ്റ്റ് സ്റ്റേറ്റ് ഇൻ വിച്ച് ട്യൂറിംഗ് മെഷീൻ എൻറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നേക്കുന്നത്, ഈ ഒരു സീക്വൻസ് 1022 എന്ന് പറയുന്നത് ട്യൂറിംഗ് മെഷീൻ അക്സെപ്റ്റ് ചെയ്യൂ. സോ ഇവിടെ നമുക്ക് പല സ്റ്റേറ്റ്സ് ഉണ്ട്, Q2, Q1, Q2, Q3 എക്സെട്ര, Q6 വരെ സ്റ്റേറ്റ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റാണ് ഹോൾട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഉള്ളത് 0ഉം 1ഉം 2ഉം അതേ കൂട്ടി തന്നെ ബ്ലാങ്കും ആണ്. ദെൻ നമുക്ക് എന്താണ് Q1 ആദ്യമേ ബ്ലാങ്ക് കാണുകയാണ്. സോ Q1 ആദ്യമേ എന്താ, നമുക്ക് ഒരു ഇൻപുട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് ബ്ലാങ്ക്, അതായത് അവിടെ ഇൻപുട്ടില്ല, 1022. സോ 1022 എന്ന് എഴുതിയാൽ എനിക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഇസ് Q1 ബ്ലാങ്ക്, ദെൻ റൈറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും, നെക്സ്റ്റ് സ്റ്റേറ്റ് Q1 ആണ്. സോ Q1 ബ്ലാങ്ക് 1022. സോ എന്ന് വെച്ചാൽ എന്താ, നെക്സ്റ്റ് സ്റ്റേറ്റ് റൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് കഴിഞ്ഞു, ബ്ലാങ്ക് കഴിഞ്ഞു, നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാ, ആ ട്രാൻസിഷൻ നോക്കി. ട്രാൻസിഷൻ എന്ന് പറയുന്നത് ബ്ലാങ്ക് വരുമ്പോൾ Q1 ഓൺ ബ്ലാങ്ക് സിമ്പിൾ എന്താ വരുന്നത്, ബ്ലാങ്ക് റൈറ്റ് Q1. സോ നെക്സ്റ്റ് സ്റ്റേറ്റ് Q1 ആണ്. ദെൻ ബ്ലാങ്കിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തു, ബ്ലാങ്കിനെ ബ്ലാങ്ക് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്തത്. സോ ബാക്കി പ്രോസസ്സ് ചെയ്യേണ്ടത് ബ്ലാങ്ക് Q1 1022. വാട്ട് ഈസ് Q1 ഓൺ 1? Q1 ഓൺ 1 എന്ന് പറയുന്നത് നമ്മളെന്താണ്, Q1 ഓൺ 1 എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, ബ്ലാങ്ക് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു, അടുത്തത് 1 പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. ദെൻ 1നെ എന്ത് വെച്ചാണ് റീപ്ലേസ് ചെയ്തതെന്ന്, 1നെ 1 വെച്ച് തന്നെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. ദെൻ എങ്ങോട്ടേക്കാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്, മൂവ്മെൻറ്റ് നടക്കുന്നത് ടുവേർഡ്സ് ദ റൈറ്റ് ഡയറക്ഷൻ. അതായത് 1ഉം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു, നെക്സ്റ്റ് ഐ നീഡ് ടു പ്രോസസ്സസ് Q0 ആണ് പ്രോസസ്സ് ചെയ്യേണ്ടത്. സോ ബ്ലാങ്ക് 1 Q2, ദെൻ ബാക്കി സ്ട്രിങ് ആണ് 022 ബ്ലാങ്ക് എന്ന് പറയുന്നത്. സോ ഇങ്ങനെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി എനിക്ക് ഹോൾട്ട് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ ഇൻപുട്ടും പ്രോസസ്സ് ചെയ്തു, ദെൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഈ ഒരു സ്ട്രിങ്ങിൻ്റെ പ്രോസസ്സിങ് എനിക്കിവിടെ കാണാൻ പറ്റും. ഇനി രണ്ടാമത്താണ് ട്രാൻസിഷൻ ഡയഗ്രം. സോ ട്രാൻസിഷൻ ഡയഗ്രത്തിൻ്റെ അകത്ത് എന്താണ് യൂസ് ചെയ്യുന്നത്, ഒരു ഡയറക്റ്റഡ് എഡ്ജാണ് യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാൻ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ആ എഡ്ജിൻ്റെ ലേബലാണ് നോക്കുന്നത്. സോ എഡ്ജിൻ്റെ ലേബൽ എന്തായിരിക്കും, എപ്പോഴും ഒരു ട്രിപ്പിൾ ഫോമിലായിരിക്കും വരുന്നത്, ദാറ്റ് ഇസ് ആൽഫ ബീറ്റ ഡി. ആ ട്രിപ്പിൾ ഫോമിലായിരിക്കും വരുന്ന എഡ്ജിൻ്റെ ലേബൽ ആൽഫ ബീറ്റ ഡി, വേർ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ഗാമ അതായത് ഇൻപുട്ട് ടേപ്പ് സിമ്പിളാണ്, ആൻഡ് ഡി എന്ന് പറയുന്നത് ഡയറക്ഷനാണ് സ്പെസിഫൈ ചെയ്യുന്നത്. സോ ദ ഡയറക്റ്റഡ് എഡ്ജ് ഫ്രം Q to Q ഡാഷ്, അത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ഒരു ഡയറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആൽഫ ബീറ്റ ഡി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഒരു എക്സാമ്പിളാണ് ഡെൽറ്റ ഓഫ് Q, ആൽഫ ഇസ് ഈക്വൽ ടു Q ഡാഷ് ബീറ്റ ഡി. സോ എന്താണോ നമ്മുടെ കറണ്ട് പ്രസൻറ്റ് ഇൻപുട്ട് ആദ്യമേ അത് സ്പെസിഫൈ ചെയ്യുക, ദാറ്റ് ഇസ് ആൽഫ. ബീറ്റ എന്ന് പറയുന്ന ആ പ്രസൻറ്റ് ഇൻപുട്ടിനെ എന്ത് സിമ്പൽ വെച്ചിട്ടാണ് ഞാൻ റൈറ്റ് ചെയ്തത്, ആൻഡ് മൂന്നാമത്താണ് ഡയറക്ഷൻ, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ സ്റ്റോപ്പ് ആണോ എന്ന് സ്പെസിഫൈ ചെയ്യുക. സോ ദ ട്രിപ്പിൾ ആൽഫ ബീറ്റ ഡി ഇൻഡിക്കേറ്റ്സ് ദ സിമ്പൽ ഓർ റീഡ് ഓർ റൈറ്റ് head is alpha. Alpha is the replaced by beta as a result of processing of the symbol, and alpha and the direction of movement of read or write head is described by the value d. So consider a triple 1 blank right as a label of edge from Q3 to Q4. So 1 എന്ന് പറയുന്നത് കറണ്ട് പ്രോസസ്സ് ചെയ്യുന്നത് 1നെ ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്തു, ആൻഡ് ഞാൻ മൂവ് ചെയ്യുന്നത് ടുവേർഡ്സ് ദ റൈറ്റ് ഡയറക്ഷനാണ്. സോ ദ ട്രാൻസിഷൻ സിസ്റ്റം ഓഫ് എ ട്യൂറിംഗ് മെഷീൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് 5 tuple, that is QP, alpha, beta,
ഡി ക്യു എൻ. ക്യു പി എന്ന് പറയുന്നത് പ്രസൻറ്റ് സ്റ്റേറ്റ്, ആൽഫ കറണ്ട് സിമ്പിൾ ടു ബി പ്രോസസ്ഡ്, ബീറ്റ എന്ന് പറയുന്നത് റീപ്ലേസ്ഡ് സിമ്പിൾ, ഡി ഡയറക്ഷൻ ആൻഡ് ക്യു എൻ ഇസ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ. നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടിയിരുന്ന കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്താണെന്നാണ്. സോ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോർമൽ ഗ്രാമർ ഇൻ വിച്ച് ദ ലെഫ്റ്റ് ഹാൻഡ് side and the right hand side of any production rules may be surrounded by a context of terminal and non-terminals. അതായത് ലെഫ്റ്റ് ഹാൻഡും അതേക്കൂട്ട് തന്നെ റൈറ്റ് സൈഡും ഇറ്റ് ഇസ് സറൗണ്ടഡ് ബൈ നമുക്ക് ടെർമിനലും നോൺ ടെർമിനൽ സിമ്പിൾസുമാണ് വെച്ചിട്ടാണ് സറൗണ്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ജി ഈസ് ഈക്വൽ ടു വി എൻ സിഗ്മ പി എസ്, വി എൻ സെറ്റ് ഓഫ് നോൺ ടെർമിനൽസ്, സിഗ്മ സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ്, പി ഇസ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ്, P is the production rule and this is a start symbol, is a context sensitive grammar if P is of the form production rule in the general form ആണ് പറയുന്നത്. alpha a beta gives alpha gamma beta. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ, എ എന്ന് പറയുന്നത് ഒരു നോൺ ടെർമിനലാണ്, ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് നോൺ ടെർമിനലും സിഗ്മ ഇൻപുട്ട് സിമ്പിളിൻ്റെയും കോമ്പിനേഷൻ വരുന്നതാണ് ആൽഫയും ബീറ്റയും എന്ന് പറയുന്നത്. ദെൻ ഗാമ എന്ന് പറയുന്നത് എഗെയിൻ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് വി എൻ ആൻഡ് യൂണിയൻ സിഗ്മ. So A is written as gamma in the context of alpha and beta. Such a rule is context sensitive grammar. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. That is the left hand side and the right hand side of the production rules are surrounded by terminalsum നോൺ ടെർമിനൽസും. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോമാണ് ആൽഫ എ ബീറ്റ ഗീവ്സ് ആൽഫ ഗാമ ബീറ്റ. ഇതാണ് ജനറൽ ഫോം. Or it is also of the form u gives v, where u എന്ന് പറയുന്നത് എന്തായിരിക്കാം, ഒന്നുകിൽ ഒരു ടെർമിനൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നോൺ ടെർമിനലിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കാം. ആൻഡ് വി എന്ന് പറയുന്നതും സെയിം അതിന് തന്നെ. ബട്ട് ദ റെസ്ട്രിക്ഷൻ ഇസ് ദ ലെങ്ത് ഓഫ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. അതായത് നമുക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെയും റൈറ്റ് ഹാൻഡ് സൈഡിലെയും ലെങ്ത് എന്ന് പറയുന്നത് രണ്ടും ഒന്നെങ്കിൽ ലെസ് ആയിരിക്കണം. ലെഫ്റ്റ് ഹാൻഡിലെ ടെർമിനൽ അല്ലെങ്കിൽ നോൺ ടെർമിനലിലെ കോമ്പിനേഷൻ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ആയിരിക്കണം. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലെങ്ത് ഇൻക്രീസിങ് ഗ്രാമർ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ ഇതാണ് ഒരു ഗ്രാമർ. എസ് ഗിവ്സ് എ എസ് ബി സി, എസ് ഗിവ്സ് എ ബി സി, സി ബി ഗിവ്സ് ബി സി ആൻഡ് ബി 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 ബി. സോ എസ് ഗിവ്സ് എ എസ് ബി സി. സോ എസിനെ എ ബി സി വെച്ച് റീപ്ലേസ് ചെയ്തു. ദെൻ സി ബി എ എടുത്തു, സി ബി എ എടുത്താൽ ബി സി വെച്ച് റീപ്ലേസ് ചെയ്തു. ദെൻ ബി ബി എ ബി ബി വെച്ച് റീപ്ലേസ് ചെയ്തു. സോ ദിസ് ഇസ് എ റേസ് ടു എൻ, ബി റേസ് ടു എൻ, സി റേസ് ടു എൻ സച്ച് ദാറ്റ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി അടുത്തതാണ് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ. അതായത് നമുക്ക് ഫിഫ്ത്ത് മൊഡ്യൂളിൽ കുറേ തിയറി പോർഷൻസ് ആണുള്ളത്. അടുത്തതാണ് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ. സോ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ ടേപ്പിൻ്റെ ലെങ്ത്ത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. സോ ദ ടേപ്പ് ക്യാൻ ബി ലിമിറ്റഡ്. So the way of limiting the tape capabilities is to allow the machine to use only that part of the tape occupied by the input. അതായത് ടേപ്പിൻ്റെ ലെങ്ത്ത് മിനിമൈസ്ഡ് ആയിരിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക ഈ ഒരു മെഷീനെ എങ്ങനെയാണ്, എത്രയും ഭാഗം നമ്മുടെ ഇൻപുട്ട് ഉണ്ടോ അത്രയും ഭാഗമായിട്ട് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക, ടേപ്പ് കേപ്പബിലിറ്റീസ് റെസ്ട്രിക്റ്റ് ചെയ്യുക. സോ മോർ സ്പേസസ് അവൈലബിൾ ഫോർ ലോങ് ഇൻപുട്ട് സ്ട്രിങ്സ് ദാൻ ഫോർ ഷോർട്ട് ഇൻപുട്ട് സ്ട്രിങ്സ്. സോ ഇതാണ് ആ ഒരു ഇൻപുട്ട് ടേപ്പ് ഉണ്ട്. അതേക്കൂട്ട് തന്നെ ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് കൺട്രോൾ ഉണ്ട്, ഒരു റീഡ് ഹെഡ് ഉണ്ട്. ആ റീഡ് ഹെഡിന് നമുക്ക് ഡയറക്ഷൻ പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. അതേക്കൂട്ട് തന്നെ രണ്ടാമത് വേറൊരു ടേപ്പും കൂടിയുണ്ട്, അതാണ് വർക്കിംഗ് ടേപ്പ്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻപുട്ട് ടേപ്പ്, വർക്കിംഗ് ടേപ്പ്, ഒരു റീഡ് ഹെഡ്, ഒരു റീഡ് ഓർ റൈറ്റ് ഹെഡ് ആൻഡ് ഫൈനൈറ്റ് സ്റ്റേറ്റ് കൺട്രോൾ. സോ പിന്നെ ഈ വർക്കിംഗ് ടേപ്പിൻ്റെ അകത്ത് നമ്മൾ ഒരു ഹെഡ് യൂസ് ചെയ്യുന്നു, അതാണ് റീഡ് ഓർ റൈറ്റ് ഹെഡ്. ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു n നമ്പേഴ്സ്.
or it consists of kn cells ഉണ്ട്. So the model of LBA, it consists of two tapes, input tape ഉണ്ട്, working tape ഉണ്ട്. So there is a read only head on the input tape. അപ്പോൾ ഇൻപുട്ട് ടേപ്പിലുള്ളത് ഒരു റീഡ് ഓൺലി ഹെഡാണ്, ആൻഡ് ദാറ്റ് ഈസ് അലൗഡ് ടു മൂവ് one cell at a time in the right direction only. So ഈ റീഡ് ഹെഡ് എന്ന് പറയുന്നത് ആ ഇൻപുട്ട് ടേപ്പിൽ നമുക്ക് അറ്റ് എ ടൈം എന്ന് പറയുന്നത് നമുക്കൊരു പർട്ടിക്കുലർ സെല്ലേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, ആൻഡ് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അത് റൈറ്റ് ഡയറക്ഷൻ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത്തെ ടേപ്പാണ് ഹെഡാണ്, ദാറ്റ് ഇസ് റീഡ് ഓർ റൈറ്റ് ഹെഡ് അസോസിയേറ്റഡ് വിത്ത് ദ വർക്കിംഗ് ടേപ്പ്. വർക്കിംഗ് ടേപ്പാണ് എന്ത് യൂസ് ചെയ്യുന്നത്, റീഡ് ഓർ റൈറ്റ് ഹെഡ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ മോഡിഫൈ. ഇപ്പോൾ വർക്കിംഗ് ടേപ്പിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് റീഡ് ഓർ റൈറ്റ് ഹെഡാണ്. അപ്പോൾ എന്താണ്, നമുക്ക് അതിൻ്റെ അകത്തെ നമുക്ക് സിമ്പിൾസ് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. സോ വർക്കിംഗ് ടേപ്പിൻ്റെ സിമ്പിൾസ് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും. സോ അസോസിയേറ്റ് വിത്ത് ദ വർക്കിംഗ് ടേപ്പ് ദാറ്റ് ക്യാൻ മോഡിഫൈ ദ കണ്ടൻസ് ഓഫ് ദ വർക്കിംഗ് ടേപ്പ് ഇൻ എനി വേ വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ. അതായത് ഏത് വേ വേണേലും എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും, ഒരു റെസ്ട്രിക്ഷൻ യൂസ് ചെയ്യാതെ. ദെൻ സിമ്പിൾസ് സൈയും ഉണ്ട്, ഡോളറും ഉണ്ട്, ഇൻഡിക്കേറ്റ് ദ ലെങ്ത് ഓഫ് ദ ഇൻപുട്ട് ടേപ്പ്. അതായത് ലെഫ്റ്റ് മോസ്റ്റ് സിമ്പിൾ സൈയും റൈറ്റ് മോസ്റ്റ് സിമ്പിൾ ഡോളറും ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് നമ്മുടെ ടേപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ സൈ ആൻഡ് ഡോളർ ആർ entered in the leftmost and rightmost cells of the input tape. ഇനി if the input tape contains n cells, then input string s may all at most n minus 2 ലെങ്ത് ആയിരിക്കും. അപ്പോൾ n സെൽസ് ഉള്ളൊരു ഇൻപുട്ട് ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തെ നമുക്ക് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്തായിരിക്കും, n-2 ആയിരിക്കും. കാരണം എന്താ, ലെഫ്റ്റ് മോസ്റ്റ് സിമ്പിൾ സൈയും റൈറ്റ് മോസ്റ്റ് സിമ്പിൾ ഡോളറുമാണ്. സോ അത് രണ്ടെണ്ണം വിട്ടാൽ ബാക്കിയെല്ലാം ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ അതാണ് പറയുന്നത്, ഇൻപുട്ട് ടേപ്പ് കണ്ടെയ്ൻസ് n cells, then the input strings s may be at most n-2 in length, that is mod s is less than or equal to n-2 എന്ന് പറയുന്നത്. So the string s can be recognized by the linear bounded automata if it can also be recognized by a Turing machine having at most kn cells of the input tape, where k is a constant സ്പെസിഫൈഡ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ. സോ ഇതെന്താ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രിങ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ സ്ട്രിങ് ട്യൂറിംഗ് മെഷീനും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ അകത്ത് അറ്റ്മോസ്റ്റ് നമ്പർ ഓഫ് സെൽസ് എന്ന് പറയുന്നത് kn സെൽസ് ആയിരിക്കും. സോ ഇതാണ് പറയുന്നത്. സോ ദ വാല്യൂ ഓഫ് k എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻപുട്ട് സ്ട്രിങ്. ദിസ് സ്ട്രിങ് ടു ബി പ്രോസസ്ഡ് ഇസ് അസ്യൂംഡ് ടു ബി ക്ലോസ്ഡ് അണ്ടർ ദ n മാർക്കേഴ്സ് സൈയും ഡോളറും. ഇപ്പോൾ എന്താണ് ഇൻപുട്ട് സ്ട്രിങ്, അത് രണ്ട് n മാർക്കേഴ്സിൻ്റെയും ഉള്ളിലാണ് വരുന്നത്. സോ LBA ഇസ് എ നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ ഹൂസ് ലെങ്ത് ഇസ് നോട്ട് ഇൻഫൈനൈറ്റ്. അതായത് നമുക്കെന്താണ് LBAയുടെ നമുക്ക് പറയാം ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീനാണ്. സോ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഇൻഫൈനൈറ്റ് ബട്ട് ബൗണ്ടഡ് ബൈ ലീനിയർ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഇൻപുട്ട് സ്ട്രിങ്. സോ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വരുന്നത്, LBA 7 ടപ്പിൾ ഫോമാണ്, Q സിഗ്മ ഗാമ ഡെൽറ്റ Q0 ബ്ലാങ്ക് H. സോ Q ഫൈനൈറ്റ് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്, സിഗ്മ A ഫൈനൈറ്റ് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ് ആണ്, ഗാമ ഇറ്റ് ഈസ് എ ടേപ്പ് സിമ്പിൾ, ദെൻ ആൻഡ് സൈ ബ്ലാങ്ക് ഡോളർ എലമെൻറ്റ് ഓഫ് ഗാമ. അതായത് നമുക്ക് സൈ വരാം, ഡോളർ വരാം, അതേ കൂട്ട് തന്നെ ബ്ലാങ്ക് സിമ്പിൾസ് വരാം. കാരണം എന്താ, ഇവിടെ ലെഫ്റ്റ് മോസ്റ്റും റൈറ്റ് മോസ്റ്റും സിമ്പിൾസ് എടുക്കുന്നുണ്ട്. ഡെൽറ്റ ഇസ് ദ ട്രാൻസിഷൻ ഫംഗ്ഷൻ ദാറ്റ് മാപ്സ് ഫ്രം Q cross sigma into Q cross gamma cross left or right. Then Q0 is the initial state, then blank, then H is the halt state. So delta is the transition function. So non-determinism ആണെന്നുണ്ടെങ്കിൽ I can the delta is defined by using delta, that is Q cross sigma into 2 raised to Q cross gamma cross left or right direction ആണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ്റെ വരുന്നത്. ഇനി അടുത്തതാണ്
നമ്മൾ മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ. സോ മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ എന്ന് വെച്ചാൽ എന്താ? ഈ ട്യൂറിംഗ് മെഷീൻ വിത്ത് സെവറൽ ഇൻപുട്ട് ടേപ്പ് ഇസ് സെഡ് ടു ബി എ മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ. അതായത് ഇവിടെ വരുന്നത് ഒരു ടേപ്പല്ല, ഒന്നിന് പകരം ഒത്തിരി ടേപ്പ് വരുന്നുണ്ട്. അതിനാണ് നമ്മൾ മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. സോ ട്യൂറിംഗ് മെഷീൻ with several input tape is said to be a multi-tape Turing machine. So in a multi-tape Turing machine, each tape is controlled by its ഓൺ ഇൻഡിപെൻഡൻറ്റ് റീഡ് ഓർ റൈറ്റ്. അതായത് ഓരോ ടേപ്പും, പല ടേപ്സ് ഉണ്ട്, ഓരോ ടേപ്പിനും അതിൻ്റേതായ ഒരു റീഡ് ഓർ റൈറ്റ് ഹെഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ടിപ്പിക്കലി an n tape input Turing machine can be defined as m is equal to q sigma delta gamma q0 blank h, where all the parameters have the സെയിം മീനിങ് ഓഫ് ദാറ്റ് ഓഫ് ട്യൂറിംഗ് മെഷീൻ. അതായത് എന്താണോ ആ 7 ടപ്പിൾ ഫോം ട്യൂറിംഗ് മെഷീൻ്റെ ആ സെയിം 7 ടപ്പിൾ ഫോമാണ് യൂസ് ചെയ്യുന്നത്. അതേ കൂട്ട് തന്നെ എന്താണോ ഓരോന്നും ട്രാൻസിഷൻസ്, ആ സെയിം ഡെഫിനേഷനാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡിഫറൻസ് വരുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷനിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. സോ ഇവിടെ വരുന്ന ട്രാൻസിഷൻ ഫംഗ്ഷനാണ് ദാറ്റ് ഇസ് q ക്രോസ് ഗാമ റേസ് ടു n. q ക്രോസ് സിഗ്മ റേസ് ടു n. സിഗ്മ ഇൻപുട്ടാണ്. ഇൻപുട്ട് റേസ് ടു n വിൽ ഗീവ് q ക്രോസ് ഗാമ റേസ് ടു n ക്രോസ് ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ റേസ് ടു n. അതായത് എന്താണ് അതിൻ്റെ മീനിങ്? നമുക്ക് ഓരോ ടേപ്പിലെ ഇൻപുട്ട് റീഡ് ചെയ്യണം. അതുകൊണ്ടാണ് എത്രയാണോ ടേപ്പ് അതാണ് സിഗ്മ റേസ് ടു n മീൻ ചെയ്യുന്നത്. അത്രയും ടേപ്പിലെ ഇൻപുട്ട് റീഡ് ചെയ്യണം. അതാണ് സിഗ്മ റേസ് ടു n. ദെൻ എന്താണ്? റീഡ് ഓർ റൈറ്റ് ഹെഡ് യൂസ് ചെയ്ത ഈ ഒരു ഇൻപുട്ടിനെ ആ റീഡ് ചെയ്ത് തന്നെ നമ്മൾ റൈറ്റ് മോഡിഫൈ ചെയ്യണം. അതാണ് ഗാമ റേസ് ടു n. അപ്പോൾ n ടേപ്പ് സിമ്പിൾസിൻ്റെ മോഡിഫൈ ചെയ്യണം. പിന്നെ അതേ കൂട്ട് തന്നെ ഈ n ടേപ്സിനും ഓരോ ഇൻപുട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് ഡയറക്ഷനിലാണ് മൂവ്മെൻ്റ് എന്നും കൂടെ സ്പെസിഫൈ ചെയ്യണം. സോ ഇതാണ് ഫൈനൈറ്റ് സ്റ്റേറ്റ് കൺട്രോൾ. ടേപ്പ് 1, ടേപ്പ് ഐ, ടേപ്പ് കെ ഓരോന്നിനും സെപ്പറേറ്റ് ഹെഡ് യൂസ് ചെയ്യുന്നു. ദെൻ a K-tape machine has K tapes and K independent tape head ഉണ്ടാവും. So the states and the alphabets of a multi-tape machine are same as that of Turing machine. ആൽഫബറ്റും അതേ കൂട്ട് തന്നെ സ്റ്റേറ്റും സെയിം. ട്യൂറിംഗ് മെഷീൻ്റെ ഏതാണോ സെയിം തന്നെയായിരിക്കും. സോ ദ മെഷീൻ റീഡ്സ് ദ ടേപ്പ് സൈമിൾട്ടേനിയസ്ലി ബട്ട് ഹാസ് ഓൺലി വൺ സ്റ്റേറ്റ്. അപ്പോൾ ഇതിന് പല ഇൻപുട്ട് ടേപ്പ് ഉണ്ടാകും, അതായത് പല ഇൻപുട്ട് റീഡ് ചെയ്യും, പക്ഷേ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റേ കാണത്തുള്ളൂ. സോ ഇറ്റ് ഈസ് ഡിപ്പെക്റ്റഡ് ബൈ കണക്റ്റിംഗ് ഈച്ച് ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് ടേപ്പ് ഹെഡ്സ് ടു ദ സിംഗിൾ കൺട്രോൾ ഇൻഡിക്കേറ്റിംഗ് ദ കറണ്ട് സ്റ്റേറ്റ്. സോ എ ട്രാൻസിഷൻ ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ സിംബൽസ് scanned by each of the tape heads. So a transition in a multi-tape may ഒന്നുകിൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാം, ഒരു സിമ്പിൾ റൈറ്റ് ചെയ്യാം, ദെൻ ഇൻഡിപെൻഡൻ്റ്ലി മൂവ് ദ ടേപ്പ് ഹെഡ്സ് ഒന്നുകിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ ദ റീപൊസിഷനിങ് കൺസിസ്റ്റ് ഓഫ് മൂവിങ് ദ ടേപ്പ് ഹെഡ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ്. സോ ട്രാൻസിഷൻ ഓഫ് എ 2 tape machine scanning x1 ഓൺ ടേപ്പ് 1 ആൻഡ് x2 ഓൺ ടേപ്പ് 2. അതായത് മൾട്ടി ടേപ്പിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ടേപ്പ് മെഷീനാണ്. സോ x1ഉം x2 ആണ് സ്കാൻ ചെയ്യുന്നത്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് QI x1 x2. അതായത് ടേപ്പ് 1ലെ x1ഉം ടേപ്പ് 2ലെ x2. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റേറ്റാണ് QJ. x1നെ y വെച്ച് റീപ്ലേസ് ചെയ്തു, അതിൻ്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്തു D1 സെമി കോളൻ. x2നെ y2 വെച്ച് റീപ്ലേസ് ചെയ്തു, ഡയറക്ഷനാണ് D2. വെയർ xi, yi എലമെൻറ്റ് ഓഫ് ഗാമ ആൻഡ് diയുടെ ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ്. ദെൻ ദ ഇൻപുട്ട് ടു എ മൾട്ടി ടേപ്പ് മെഷീൻ is placed in a standard position on tape 1. All the other tape are assumed to be blank. So നമ്മളൊരു സ്റ്റാൻഡേർഡ് പൊസിഷനാണ് വെച്ചേക്കുന്നത്. ദെൻ ബാക്കിയെല്ലാം നമ്മൾ ബ്ലാങ്ക് ആയിട്ടാണ്, അതർ ടേപ്സാണ് ബ്ലാങ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക. ദ ടേപ്പ് ഹെഡ്സ് ഒറിജിനലി സ്കാൻ ഫ്രം ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷൻ ഓഫ് ഈച്ച് ടേപ്പ്. സോ എപ്പോഴും സ്കാൻ ചെയ്യുന്നത് എന്താ? ഏത് ടേപ്പ് എടുത്താലും മൾട്ടി ടേപ്പ് ആണെങ്കിലും നമ്മൾ ലെഫ്റ്റ് മോസ്റ്റിൽ നിന്നേ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ എ മൾട്ടി ടേപ്പ് മെഷീൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ സ്റ്റേറ്റ് ഡയഗ്രാം ഇൻ വിച്ച് ലേബൽ ഓൺ ദ ആർക്ക് സ്പെസിഫൈസ് ദ ആക്ഷൻ ഓഫ് ഈച്ച് ടേപ്പ്. അതായത് നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് ഒരു ട്രാൻസിഷൻ ഡയഗ്രാം യൂസ് ചെയ്യാം. ആ ലേബിൾ
എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആർക്കാണ് മീൻ ചെയ്യുന്നത്. സോ ഡെൽറ്റ ഓഫ് ക്യു വൈ x1 x2 is equal to qj yi di semicolon y2 d2 will be represented by qy to qj labeled with x1 അതിനെ റീപ്ലേസ് ചെയ്യുന്നത് y1 d1. സോ ദെൻ രണ്ടാമത് x2 y2 d2. സോ മൾട്ടി ടേപ്പ് മെഷീൻ യൂസ് ചെയ്യുന്നതിന് മെയിൻലി 2 അഡ്വാൻറ്റേജ് ആണുള്ളത്. ഒന്ന്, നമുക്ക് എബിലിറ്റി ടു കോപ്പി ഡാറ്റ ബിറ്റ്വീൻ ടേപ്സ്, അതായത് നമുക്കൊരു ടേപ്പിൽ നിന്ന് വേറെ ടേപ്പിലേക്ക് നമുക്ക് ഡാറ്റ കോപ്പി ചെയ്യാൻ പറ്റും. രണ്ടാമത്തത്, ഇനി പല ടേപ്പിലെ സ്ട്രിങ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും, രണ്ടാമത്തത് പല ടേപ്പിലെ സ്ട്രിങ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. സോ L is equal to AI B A raised to I B A raised to I greater than or equal to 0. So it copies A's to നമ്മൾ എന്താ പറയുന്നത് ടേപ്പ് 2 ഇൻ സ്റ്റേറ്റ് QY. ഇനി B is read on tape 1 and computation enter state Q, compare A's on tape 2. അതായത് ഒരു ടേപ്പിൽ 2 ടേപ്പ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഇവിടെ മൾട്ടി ടേപ്പ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 2 സെയിം നമ്പർ ഓഫ് എസ് ആണെന്ന് എനിക്ക് മീൻ ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ഒരു ടേപ്പ് 1ൻ്റെ അകത്ത് നമ്പർ ഓഫ് എസ് വരുന്നത് ആദ്യം അവിടെ സ്റ്റോർ ചെയ്യുക. ദെൻ ബി ഒരു ഇൻപുട്ട് എടുക്കുക. ദെൻ ബി ജസ്റ്റ് നമ്മൾ ടേപ്പ് 1ൽ നിന്ന് തന്നെ റീഡ് ചെയ്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് രണ്ടാമത്തെ ടേപ്പിൽ ഈ എസ് ടേപ്പ് 1ലെയും ടേപ്പ് 2ലെയും സെയിം ആണെന്ന് നോക്കുക. ആണെന്നുണ്ടെങ്കിൽ ഹോൾട്ട് ചെയ്യുക. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.